മൺഡേ റൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കൂട്ടിച്ചേർക്കൽ അഥവാ ജോയിൻറ്റുകളെ കുറിച്ചാണ്. കൂട്ടിച്ചേർക്കാതെ ഒരു കാര്യവും പൂർണ്ണമാക്കുവാൻ കഴിയുകയുമില്ലല്ലോ. അപ്പോൾ അത് തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം ആകുകയും വേണം. അതിനാണ് ചേർത്ത് വെച്ചാൽ മുഴച്ചിരിക്കുമെന്ന് ഒരു പഴമൊഴിയുണ്ടല്ലോ. എന്നാൽ ഇവിടെ ചേർത്ത് വെച്ചാൽ മുഴച്ചിരിക്കുവാനും പാടില്ല. ഒരു കാരണവശാലും അത് തിരിച്ചറിയുവാനും പാടില്ല എന്നാണ്. അത് കാർപ്പൻട്രി ജോയിൻറ്റുകളെ കുറിച്ചാണ്. ചില കാരണവന്മാർ പറയും ഓന്ത് കണ്ണടച്ച പോലെ ഇരിക്കണം എന്ന്. അതാണ് കാർപ്പൻട്രി ജോയിൻറ്റ്. ഈ കാർപ്പൻട്രി ജോയിൻറ്റ് വർക്കുകൾ ചെയ്യുന്നത് എങ്ങനെയെന്നും അവയുടെ കൂട്ടിച്ചേർക്കലുകളും അവയുടെ പേരുകളും എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നുമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വീഡിയോ പുതിയതായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് കൂടി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ തടി കൊണ്ടുള്ള റൂഫ് വർക്കുകൾ, ഫ്ലോറിൽ തടി ചേർത്തുണ്ടാക്കുന്ന ഫ്ലോറുകൾ, സ്കഫോൾഡിങ്, അതായത് ഉയരങ്ങളിൽ മേസനറി വർക്കുകൾക്ക് താൽക്കാലികമായി ഉണ്ടാക്കുന്ന സ്റ്റാൻഡുകളെയാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. അതുപോലെ വാർക്കയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന തട്ടുകളെയാണ് സെൻറ്ററിങ് എന്ന് പറയുന്നത്. കൂടാതെ കാനകളും തോടുകളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇരുവശങ്ങളിലും തടി കൊണ്ട് ഉണ്ടാക്കുന്ന താൽക്കാലിക ഉറപ്പിക്കലിനെയാണ് ഷോറിങ് എന്ന് പറയുന്നത്. ഇതിനെയെല്ലാം കാർപ്പൻട്രി വർക്കുകൾ എന്നാണ് പൊതുവെ വിളിക്കുന്നത്. ഡോറുകൾ, വിൻഡോകൾ, തടി കൊണ്ടുള്ള സ്റ്റെയറുകൾ, ഫർണിച്ചറുകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനെ ജോയിനറി വർക്കുകൾ എന്നുമാണ് പറയുന്നത്. തടിയെ കൂട്ടി യോജിപ്പിച്ച് ആണി വയ്ക്കുന്നതിനായി പലകകളുടെ മുകളിലായി കുറുകെ വയ്ക്കുന്ന കനം കുറഞ്ഞ തടി കഷ്ണത്തെയാണ് ബാറ്റൺ എന്ന് പറയുന്നത്. നാടൻ രീതിയിൽ കമ്പ വയ്ക്കുന്നു എന്നൊക്കെയാണ് ഇതിന് പറയാറുള്ളത്. തടിയുടെ തള്ളി നിൽക്കുന്ന അരികു വശത്തെ ഹാഫ് റൗണ്ട് ഷേപ്പിൽ ഭംഗിയാക്കുന്നതിനെയാണ് ബീഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതായത് മേശയുടെയും കട്ടിലിൻ്റെയും ഒക്കെ അരികുകൾ ബീഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. അരികു ഉരുട്ടുന്നു എന്നാണ് നാടൻ ശീല്. ഇത് ജോയിൻ്റ് കൂടുതൽ ഭംഗി നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് മറ്റു ചില രീതികളിലും ചെയ്യുവാൻ കഴിയും. യോജിപ്പിക്കേണ്ട പലകകളുടെ അരികുഭാഗം 45 ഡിഗ്രി കോൺ അളവിൽ മുറിച്ചെടുക്കുന്നു. ഇതിനെ ചാംഫേഡ് കഷ്ണങ്ങൾ എന്ന് പറയുന്നു. ഈ കഷ്ണങ്ങൾ ചേർത്ത് ജോയിൻ്റ് ചെയ്യുന്നതിനെയാണ് ചാംഫേഡ് വി ജോയിൻ്റ് എന്നും 45 ഡിഗ്രി അല്ലാതെ മറ്റേതെങ്കിലും കോൺ അളവിലാണ് നിർമ്മിക്കുന്നതെങ്കിൽ അതിനെ ബീവൽ ജോയിൻ്റ് എന്നുമാണ് പറയുന്നത്. അതുപോലെ തടി കഷ്ണങ്ങളിൽ ഉണ്ടാക്കുന്ന കുഴികളെ ഗ്രൂവ് എന്നും ഈ ഗ്രൂവുകൾ തടിയുടെ ഗ്രെയിൻസിന് സമാന്തരമായി, അതായത് നെടുകെ ആണെങ്കിൽ ഇതിനെ പ്ലഫ് ഗ്രൂവിംഗ് എന്നും, തടിയുടെ ഗ്രെയിൻസിന് കുറുകെയാണ് ഗ്രൂവ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ ക്രോസ് ഗ്രൂവ് എന്നും പറയുന്നു. ഇനി
ഒരു തടിക്കഷ്ണം മറ്റൊരു തടിക്കഷ്ണത്തിലേക്ക് ഉറപ്പിക്കുവാൻ കഴിയുന്ന വിധം ഹോൾ ഉണ്ടാക്കുന്നതിനെ ഹൗസിംഗ് എന്നും പറയുന്നു. രണ്ടു തടിക്കഷ്ണങ്ങൾ കോൺ അളവിൽ യോജിപ്പിക്കുന്നതിനെ മിട്രിങ് എന്നാണ് പറയുന്നത്. തടിക്കഷ്ണത്തിൻ്റെ ഒരഗ്രം രണ്ടാമത്തെ കഷ്ണത്തിൽ ചേർത്ത് ഭംഗിയായി യോജിപ്പിക്കുവാൻ തക്ക വിധത്തിലുള്ള കോൺ അളവിൽ മുറിച്ചെടുത്ത് യോജിപ്പിക്കുന്നതിനെ സ്ക്രൈബിംഗ് എന്നുമാണ് പറയുന്നത്. കൈ ഉപയോഗിച്ചോ മെഷീൻ ഉപയോഗിച്ചോ തടിക്ക് ശരിയായ ആകൃതി നൽകുന്നതിനെ മോൾഡിംഗ് എന്നും പറയുന്നു. പ്ലെയിനർ ഉപയോഗിച്ച് തടിയുടെ പ്രതലം, അതായത് 4 വശങ്ങളും വൃത്തിയാക്കി സ്വായുടെ ടീത്തിൻ്റെ അടയാളങ്ങളും മറ്റും മിനുസപ്പെടുത്തി എടുക്കുന്ന പ്രവർത്തനത്തെ പ്ലെയിനിങ് എന്നാണ് പറയുന്നത്. അതുപോലെ വാൾ ഉപയോഗിച്ച് തടി മുറിക്കുന്നതിന് സായിങ് എന്നാണ് പറയുന്നത്. ഒരു ലംബമായ പ്രതലത്തിൽ നിന്നും തള്ളിയോ ഉയർന്നോ നിൽക്കുന്ന തടിയുടെ അഗ്രഭാഗത്തെ നോസിങ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഇനി കൂട്ടി യോജിപ്പിക്കേണ്ട തടി കഷ്ണങ്ങളുടെ അഗ്രങ്ങളിൽ നിർമ്മിക്കുന്ന ചതുരാകൃതിയിലുള്ള അഗ്രത്തെ അതേ ആകൃതിയിൽ രണ്ടാമത്തെ കഷ്ണം സ്വീകരിക്കുവാൻ കഴിയുന്ന വിധത്തിൽ നിർമ്മിക്കുന്ന കട്ടിങ്ങിനെ റിബേറ്റിംഗ് എന്നുമാണ് പറയുന്നത്. വിശാലമായ സ്ഥലങ്ങളിൽ അലങ്കാരത്തിനു വേണ്ടിയോ മേസണറിയുടെ നിർമ്മാണ സമയത്ത് ചില ഫിറ്റിങ്ങുകളുടെ വലിപ്പം മുൻകൂട്ടി ഉറപ്പിക്കുന്നതിനു വേണ്ടിയും തടി കൊണ്ട് നിർമ്മിക്കുന്ന പ്രത്യേക താങ്ങുകളെ ഗ്രൗണ്ട്സ് എന്നുമാണ് പറയുന്നത്. ഇപ്പോൾ മിക്കവാറും ജോയിൻറ്റുകളെ കുറിച്ചുള്ള ഒരു ധാരണ വന്നു കാണുമെന്ന് കരുതുന്നു. ഇനി ജോയിൻറ്റുകളുടെ പേരുകളാണ്. ഇത് 6 വിധത്തിലുണ്ട്. 1 ലെങ്തനിങ് ജോയിൻറ്റ്, 2 വൈഡനിങ് ജോയിൻറ്റ്. അതായത് ലെങ്തനിങ് ജോയിൻ്റ് എന്ന് പറഞ്ഞിരുന്നാൽ തടിയുടെ ഗ്രെയിൻസിൻ്റെ നീളത്തിൽ ലെങ്ത് വൈസിൽ ജോയിൻറ്റ് ചെയ്യുന്നതിനെയാണ്. വൈഡനിങ് ജോയിൻ്റ് എന്ന് പറഞ്ഞിരുന്നാൽ കുറുക്കെ ജോയിൻറ്റ് ചെയ്യുന്നതിനെയാണ് വൈഡനിങ് ജോയിൻ്റ് എന്ന് പറയുന്നത്. വിശദമാക്കാം. അടുത്തത് ആംഗിൾ ജോയിൻറ്റ്. ആംഗിൾ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ചരിഞ്ഞ് ഏതെങ്കിലും കഷ്ണങ്ങളുമായി യോജിപ്പിക്കുന്നതിനെയാണ്. അടുത്തത് ഒബ്ലിക് ഷോർഡേഡ് ജോയിൻറ്റ്. അടുത്തത് ബെയറിംഗ് ജോയിൻറ്റ്. അടുത്തത് ഫ്രെയിമിംഗ് ജോയിൻറ്റ് എന്നിങ്ങനെ 6 തരത്തിലുള്ള ജോയിൻറ്റുകളാണ് നിലവിലുള്ളത്. 1 ലാപ്പിഡ് ജോയിൻറ്റ്. ഇത് യോജിപ്പിക്കേണ്ട 2 കഷ്ണങ്ങൾ ചെറിയ ദൂരത്തിൽ ഓവർലാപ്പ് ചെയ്ത ശേഷം ഇരുമ്പ് സ്ട്രാപ്പോ സ്റ്റിറപ്പോ ഉപയോഗിച്ച് ഉറപ്പിക്കുന്നു. കൂടുതൽ ബലം കിട്ടുന്നതിന് വേണ്ടി വലിവ് ബലം വരുന്ന ജോയിൻ്റ് തടി കഷ്ണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് ബോൾട്ടുകളാൽ ഉറപ്പിക്കുന്നു. ചിത്രത്തിൽ കാണുവാൻ കഴിയും. ഈ ലാപ്പിഡ് ജോയിൻ്റ് തന്നെ 4 വിധത്തിലുണ്ട്. അതും വിശദമാക്കാം. ഇനി രണ്ടാമതായി ഫിഷ്ഡ് ജോയിൻറ്റ്. ഈ ഫിഷ്ഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കേണ്ട തടി കഷ്ണങ്ങൾ ചേർത്ത് വച്ച ശേഷം അതിനു മുകളിലും താഴെയും തടി അല്ലെങ്കിൽ ഇരുമ്പ് ഫിഷ് പ്ലേറ്റുകൾ വച്ച് സിക്സാഗ് രൂപത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾട്ടർനേറ്റീവായിട്ട് സിക്സാഗ് രൂപത്തിൽ ബോൾട്ട് ചെയ്യുന്നു. ഫിഷ് പ്ലേറ്റുകളുടെ അഗ്രഭാഗം വളച്ച് തടിക്കഷ്ണത്തിലേക്ക് ഉറപ്പിക്കുകയും ചെയ്യും. ഇത് സ്കഫോൾഡിംഗ് വർക്കുകൾക്കും സെൻറ്ററിങ് തുടങ്ങിയ താൽക്കാലിക വർക്കുകളിലാണ് ഉപയോഗിക്കാറുള്ളത്. അടുത്തത് സ്കഫോൾഡിംഗ് ജോയിൻറ്റ്. അതായത് സ്കഫോൾഡിംഗ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കേണ്ട തടിക്കഷ്ണങ്ങളിൽ ഒന്നിൽ പുറത്തേക്ക് തള്ളലും അതിനനുസൃതമായി അടുത്ത കഷ്ണത്തിൽ ഗ്രൂവും ഉണ്ടാക്കിയ ശേഷം അവയെ യോജിപ്പിച്ച് ബോൾട്ട്, സ്ട്രാപ്പ്, ഫിഷ് പ്ലേറ്റ് എന്നിവയുടെ സഹായത്താൽ കൂട്ടി ബന്ധിപ്പിക്കുന്നു.
കൂടുതലായി ഉറപ്പിക്കുന്നതിന് കടുപ്പമുള്ള തടി കൊണ്ടുള്ള വെഡ്ജ് എന്ന് പറഞ്ഞാൽ ആപ്പുകളാണ്. ആപ്പുകൾക്കാണ് വെഡ്ജ് എന്ന് പറയുന്നത്. പിന്നെ കീകളോ ഉപയോഗിക്കും. ഇത് 6 തരത്തിൽ തന്നെയുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.